ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഡിബേറ്റിലേക്ക് പോവാം. ഡിബേറ്റിലേക്ക് പോകുമ്പോൾ ആദ്യം ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഡിബേറ്റ് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു അറിവ് വർദ്ധിപ്പിക്കുക എന്നതോടൊപ്പം തന്നെ ഡിബേറ്റ് അറിവ് വർദ്ധിപ്പിക്കാൻ മാത്രമുള്ളതല്ല. അറിവിനെ നമ്മൾക്ക് പല രീതിയിലുള്ള അറിവ് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ആ അറിവിൻ്റെ പല ആംഗിളിൽ നിന്നുകൊണ്ട്, വ്യത്യസ്ത രീതിയിൽ നിന്നുകൊണ്ട് ഒരേ അറിവിനെ തന്നെയാണ് പല ആളുകളും പല കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരേ അറിവിനെ തന്നെ ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതേ അറിവുകൾ തന്നെ അന്ധമായ വിശ്വാസങ്ങൾക്കും മനുഷ്യരെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയും ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഇവിടെയാണ് നമ്മൾ ഡിബേറ്റിന്റെ പ്രത്യേകത. ഡിബേറ്റുകളിലൂടെയാണ് മനുഷ്യർ ഇതുവരെ വിവേകം ആർജിച്ചിട്ടുള്ളത്. മനുഷ്യർ എല്ലാ കാലത്തും വ്യത്യസ്ത രീതിയിലുള്ള ഡിബേറ്റുകൾ, സംവാദങ്ങൾ, കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്രത്യേക രീതിയാണ് ഡിബേറ്റ്. ഡിബേറ്റിൽ വർക്ക് ചെയ്യുന്നത് ലോജിക്കാണ്, നമ്മുടെ യുക്തിചിന്ത. അഥവാ ഓരോ മനുഷ്യനും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്നു. ആ ചിന്തിക്കുവാനുള്ള വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്ന മനുഷ്യർ പരസ്പരം പങ്കുവെക്കുന്നതാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായ രീതിയിലുള്ള അല്ലെങ്കിൽ യുക്തിഭദ്രമായ ഒരു ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോ എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസ്, മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ ഡിബേറ്റ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അറിവിനേക്കാൾ ഉപരി നമുക്ക് പല ആളുകൾ പല രീതിയിൽ ചിന്തിക്കുന്നത് എന്തുകൊണ്ട്, പല ആളുകളുടെയും ചിന്താ രീതിയെ റെസ്പെക്ട് ചെയ്യാനും ആദരിക്കാനും അതിനെ ഉൾക്കൊള്ളാനും ഉള്ള ഒരു വിശാല മനസ്സ് രൂപീകരിക്കുക എന്നുള്ളത് കൂടി ഡിബേറ്റിന്റെ ഒരു പ്രധാന ലക്ഷ്യമാണ്. നമുക്കറിയാം, നമ്മുടെ ലോകം ഇത്ര നിറമുള്ളതായി, കളർഫുൾ ആയിട്ട് നിലകൊള്ളുന്നത് എന്തുകൊണ്ടാണ്? പല രീതിയിൽ ചിന്തിക്കുന്ന മനുഷ്യരുള്ളത് കൊണ്ടാണ് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാ മനുഷ്യരും ഒരേ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ ലോകത്തിന് വല്ല പുതുമയും ഉണ്ടാകുമോ? ഈ ലോകത്തിന് മനോഹാരിത ഉണ്ടാകുമോ? എല്ലാവരും ഒരേ രീതിയിലാണ് ചിന്തിക്കുന്നതെങ്കിൽ നോക്കൂ, നിങ്ങൾ വ്യത്യസ്ത മനുഷ്യർ വ്യത്യസ്ത രീതിയിൽ ചിന്തിച്ചത് കൊണ്ടാണ് പല രീതിയിലുള്ള നിർമ്മാണങ്ങൾ, ആർക്കിടെക്റ്റുകൾ ഉണ്ടാവുന്നു. അവർ ആർക്കിടെക്ചറുകൾ ചെയ്യുന്നു. പല പെയിന്റേഴ്സ് ഉണ്ട്, ആർട്ടിസ്റ്റുകൾ, അവർ വ്യത്യസ്ത രീതിയിലുള്ള ആർട്ടുകൾ ഉണ്ടാക്കുന്നു. പല രീതിയിൽ ചിന്തിക്കുന്ന എഴുത്തുകാരുണ്ട്, അവർ വ്യത്യസ്ത തരത്തിലുള്ള കഥകൾ മെനയുന്നു. ഇതൊക്കെ ഉണ്ടായത് മനുഷ്യൻ വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ഭൂമി ഇത്ര സുന്ദരമായി നിലകൊള്ളുന്നത്. ഈ ഭൂമി ഒരു മനോഹരമായ വസന്തമുള്ള പൂന്തോട്ടമായി നിലകൊള്ളുന്നത് അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഡിബേറ്റിലേക്ക് കടക്കാം. ഡിബേറ്റിലേക്ക് കടക്കുമ്പോൾ മക്കള് ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഞാൻ എന്നെ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തു, എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് പറയാണ്. ഞാൻ സിവിൽ സർവീസ് അക്കാഡമി, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ IAS കോച്ചിങ് മേഖലയിൽ ആണ് കഴിഞ്ഞ 10-12 വർഷമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കരിയർ ഗൈഡൻസ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കരിയർ അനലിസ്റ്റ് എന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു കുറെ വർഷങ്ങളായി. അതോടൊപ്പം വ്യത്യസ്ത രീതിയിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഒക്കെയുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഹൈസ്കൂൾ തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഉള്ള ഒരു സ്പെഷ്യൽ ട്രെയിനിങ് കഴിഞ്ഞ് എത്തിയതാണ് ഞാൻ. ഇന്ന് ഒരു 3-4 മണിക്കൂറോളം ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് വിദ്യാർത്ഥികളുമായി, താഴേക്ക് ഏറ്റവും ചെറിയ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുമായി വരെ ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളുടെ വിവിധ രീതികൾ, വിവിധ ശൈലികൾ, നിങ്ങളുടെ ചിന്താ രീതികൾ, കാഴ്ചപ്പാടുകൾ ഒരു പരിധി വരെയൊക്കെ മനസ്സിലാവും, ഉൾക്കൊള്ളാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഞാൻ നിങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന രീതിയിലാണ് കാണുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണ് നിങ്ങളും കാണേണ്ടത്. നമുക്ക് ഒരു രീതിയിലുള്ള, നിങ്ങൾക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഇടമാണ് ഏതൊരു ഡിബേറ്റും. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റായി പോകുമോ, എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിക്കുമോ എന്ന് വിചാരിച്ച ഒരാളും ഭൂമിയിൽ മികച്ച നിലയിൽ എത്തിയിട്ടില്ല. എല്ലാ മഹാന്മാരും ചെറിയ പ്രായത്തിൽ അത്തരം കാര്യങ്ങളൊന്നും
ഒരു നിലയ്ക്കും ഏശാതെ, ആരെന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ഏശാതെ സ്വന്തം ചിന്തകളെ പങ്കുവെച്ചവരാണ് ലോകത്ത് വിജയികളായിട്ടുള്ളത്. അതുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസ്, നിങ്ങൾ യാതൊരു തരത്തിലുള്ള മടിയും ഒരാശങ്കയും ഇല്ലാതെ ഈ ഡിബേറ്റിൽ പങ്കെടുക്കണം. നിങ്ങൾക്ക് പറയാനുള്ളത് എന്തും പറയാം. നിങ്ങൾക്ക് പറയാനുള്ളത് എന്തും വിളിച്ചു പറയാനുള്ള ഇടത്തിന്റെ പേര് കൂടിയാണ് ഡിബേറ്റ്. അങ്ങനെ ഇവിടെ നമുക്ക് നിങ്ങളിൽ ഉണ്ടാക്കാൻ, ഒരു ഡിബേറ്റിലൂടെ നിങ്ങളിൽ ഉണ്ടാവേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നിങ്ങൾക്ക് 4 ആളുടെ മുന്നിൽ ചില കാര്യങ്ങൾ പറയാനുള്ള അവസരമാണ്. രണ്ടാമത്തേത്, ഒരു കാര്യത്തിൽ പല ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു, വ്യത്യസ്തമായി എങ്ങനെ അവതരിപ്പിക്കുന്നു എന്ന് കണ്ടറിയാനുള്ള, നിരീക്ഷിക്കാനുള്ള അവസരമാണ്. മറ്റൊരു അവസരം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭാവി എന്ന് പറയുന്നത്, നമുക്ക് സ്കില്ല് വർദ്ധിപ്പിക്കുക എന്നുള്ള പല രീതിയിലുള്ള സ്കില്ലുകൾ നമുക്ക് ആവശ്യമാണ് പുതിയ കാലത്ത്. അതിനുള്ള അവസരമാണ്. അതുപോലെ പുതിയ ലോകത്തേക്കുള്ള കാഴ്ചകൾ കാണാനുള്ള അവസരമാണ്. അങ്ങനെ പല രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് ഒരു ഡിബേറ്റിലൂടെ കിട്ടുന്നത്. സോ പ്രിയപ്പെട്ട സ്റ്റുഡൻസ്, നിങ്ങൾ സജീവമായി പങ്കെടുക്കണം. കഴിയുന്നതും നിങ്ങൾക്ക് വീഡിയോ ഓൺ ചെയ്യാൻ കഴിയുന്നവർ ഓൺ ചെയ്തോളൂ, അതാണ് നല്ലത്. അല്ലാത്തവർക്ക് പ്രയാസമുള്ളവർ ഓൺ ചെയ്യണമെന്ന് നിർബന്ധമില്ല. വീഡിയോ ഓൺ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ പ്രയാസമുണ്ട് എങ്കിൽ പ്രശ്നമില്ല. അല്ലാത്ത ആളുകൾ വീഡിയോ ഓൺ ചെയ്തോളൂ. അതോടൊപ്പം സജീവമായി ഡിബേറ്റിൽ പങ്കെടുക്കുക കൂടി ചെയ്യുക. അപ്പോൾ ഓരോരുത്തരായി സ്വന്തത്തെ പരിചയപ്പെടുത്തണം. ഞാൻ എന്നെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തി. ഇനി നിങ്ങൾ ഓരോരുത്തരും സ്വന്തമായി നിങ്ങൾ ഏത് ക്ലാസ്സിൽ, നിങ്ങളുടെ പേരും സ്ഥലവും ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു എന്നുള്ള കാര്യവും മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ പരിചയപ്പെടുത്തിക്കോളൂ. ഞാൻ പേര് വിളിക്കേണ്ടതില്ലല്ലോ, നിങ്ങൾ സ്വയം മുന്നോട്ട് വന്ന് പരിചയപ്പെടുത്തില്ല. മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പരിചയപ്പെടുത്തിക്കോളൂ. യെസ്, പറഞ്ഞോളൂ. ജാൻവി പറഞ്ഞോളൂ. Sir, myself, I'm Janvi J. Krishnan, studying in class 7 at St. Paul's International School, Kalmasheri, Ernakulam. My family consists of 4 members: my father, mother, younger sister, and me. My hobbies are dancing, acting, modeling, and drawing. My ambition is to become an IPS officer, keeping my passion in all of these. So that's the end of my introduction. Thanks. Very good. Nice. ഒരു ക്ലാപ്പ് കൊടുത്ത എല്ലാവരും. സൂപ്പറായി, നല്ല രീതിയിൽ ജാൻവി ഇൻട്രോഡ്യൂസ് ചെയ്തു. അടിപൊളി, സൂപ്പർ. യെസ്, ദെൻ നെക്സ്റ്റ്. ഹു ഈസ് നെക്സ്റ്റ്? I am Elona. I'm studying in 8th standard. I'm coming from Ernakulam. Yes, which school? Chavradashan CMI Public School, Pune. Oh, okay. Your name is Elon Rose. Elona Rose. Elona Rose. Okay, good. Yes, like Elon Musk. Elona Rose. Okay. Today we are discussing something related to technology, and your name is so beautiful and apt for this discussion. Okay, thank you. Good, yes. Good, nice. Then who is next? പറഞ്ഞോളൂ. യെസ്, ആദിനാഥ് പറഞ്ഞോളൂ. ആദിനാഥ്. സാർ, എന്റെ പേര് ആദിനാഥ്. ഞാൻ സെന്റ് മേരീസ് സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഏതാണ് ക്ലാസ് പറഞ്ഞത്? 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. യെസ്. എവിടെയാ സ്ഥലം? സ്ഥലം ചെറുവയ്ക്കൽ. ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറയാമോ? ചെറുവയ്ക്കൽ. Okay. Yes. Then, thank you very much. Then, who is next? Good day, sir. My name is Abhadnika S.A. I'm from Trivandrum. Student education subject School Karakonam. My hobbies is dancing, acting, and modeling. Thank you. Good, nice. Thank you very much. Thank you. Okay. Then Hi, who is sir. next? Yes. My name is Anugraha. I am from Kannur. My qualification is 8th standard. My family is of 4 members.
My father is a clerk and mother is a housewife. I have a brother. He is a student. Okay, good. Nice. Thank you very much. Thank you, Anugraha. Okay, good. Good Then evening, who is- sir. Good evening. My name is Sriganga. I am from Kollam. I am studying 6th standard in Siddhartha Science School, Ambalagunna. Very good. Nice. Thank you. Okay. Then Good afternoon, sir. good afternoon. Good evening. Okay. My name is Aryan. I am from Thrissur, Kurunjeri. I am studying in 6th standard and St. Joseph. Okay. Good. Nice. Thank you very much. Thank you, Aryan. Then who is next? Good evening, sir. Myself Srivaika Biresh. I'm from Thrissur and I'm studying in 10th standard. Okay, which school? I'm studying in Bharatiya Vidya Bhavan, Pottur. Okay, good. Nice. Thank you. Well, okay, well done. Yes. Then who is next? അപ്പോൾ നമുക്ക് ഡിബേറ്റിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ AI ആൻഡ് അൺഎംപ്ലോയ്മെന്റ് എന്നുള്ളതാണ് നമ്മൾ ഡിബേറ്റിലെ ടോപ്പിക്കായിട്ട് കാണുന്നത്. AI ആൻഡ് അൺഎംപ്ലോയ്മെന്റ് എന്നുള്ളതാണ് നമ്മൾ ഈ ഡിബേറ്റിൽ ടോപ്പിക്കായിട്ട് കണ്ടിട്ടുള്ളത്. അഥവാ AI നമ്മുടെ തൊഴിലിനെ എത്രത്തോളം ബാധിക്കും, തൊഴിൽ മേഖലകളെ, ജോലിയെ എത്രത്തോളം ബാധിക്കും എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യം. AI തൊഴിലുകളെ ബാധിക്കും എന്ന അഭിപ്രായമുള്ളവർ മനുഷ്യരുടെ എംപ്ലോയ്മെന്റിനെ, കരിയറിനെ, ജോബുകളെ AI എഫക്റ്റ് ചെയ്യും എന്ന് ഒപ്പീനിയൻ ഉള്ളവർ ഒന്ന് കൈപൊക്കിയേ. യെസ്, ഓക്കെ. ശ്രീ വൈഖ, ജാൻവി ജയകൃഷ്ണൻ എന്നിവരാണ് കൈപൊക്കിയിട്ടുള്ളത്. ഓക്കെ, ശ്രീ വൈഖയുടെ അഭിപ്രായത്തിൽ എങ്ങനെയായിരിക്കാം AI മനുഷ്യന്റെ ജോബിനെ ബാധിക്കാനുള്ള സാധ്യത ഒന്ന് പറയാം. Yes, sir. യെസ്. It can do many tasks, like it can improve in many IT jobs. So many people can lose their jobs by like AI can do whatever they want in 24/7, right? Yes, okay. So many IT sector it may affect. That's your opinion, okay? In also IT sector, they can affect in many sectors. Which are those sectors? I mainly think that it is an IT sector. Mainly it affect IT sector. That's your point. Yes. Then how it affect IT sector? Can you explain? You can use any language, mixed language, or English or Malayalam or mixed language. Okay? നിങ്ങൾക്ക് ഇംഗ്ലീഷോ മലയാളമോ അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ടോ ഒക്കെ സംസാരിക്കാം. നോ പ്രോബ്ലം. യു ക്യാൻ പുട്ട് യുവർ പോയിന്റ്. നിങ്ങളുടെ പോയിന്റ് പറയുമ്പോൾ ഇംഗ്ലീഷും മലയാളം മിക്സ് ചെയ്ത് സംസാരിക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം, മലയാളത്തിൽ പറയാം, ആസ് യുവർ കംഫർട്ട്. നോ റെസ്ട്രിക്ഷൻസ്. ഓക്കെ? യെസ്. ലൈക്ക് AI എല്ലാത്തിലും ഹെൽപ്പ് ചെയ്യും. അതായത് ഈ റീസെന്റ് ഇപ്പോ ജെമിനിയിൽ നടക്കുന്ന ഓരോ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ഇൻപുട്ട് പ്രോംപ്റ്റ് അടിച്ചിട്ട് തിരിച്ച് ഔട്ട്പുട്ട് തരുന്നില്ലേ, അതുപോലെ പിന്നെ അതേപോലെ തന്നെ പുതിയ റീസെന്റ് അല്ല, കുറച്ച് മുന്നേ ഇറങ്ങിയ പെർപ്ലക്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. അതൊരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസിനും, അതേപോലെ തന്നെ എൽഡേഴ്സിനും, അഡൾട്ട്സിനും എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലൈക്ക് ജെമിനിക്ക് മുന്നേ ChatGPT ആയിരുന്നു. അപ്പൊ അത് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് ശ്രീ വൈഖ പറയുന്നത്. ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട്
ഹെൽപ്പാണല്ലോ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ആരുടെയെങ്കിലും എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ കരിയർ ജോബ് റീപ്ലേസ് ചെയ്യപ്പെടുന്നുണ്ടോ? ഇസ് ദർ എനി ചാൻസ് ടു lose the chance or lose the job for anyone? ലൈക്ക് ഈ ഒരു 4 കൊല്ലത്തിന് മുന്നേയൊക്കെ ഒരുപാട് ഇപ്പോ ഒരു സെക്ടറിൽ, അതായത് ഒരു സെക്ടറിൽ ഒരുപാട് ആൾക്കാർ ചെയ്തിരുന്ന ഒരു ജോബ് ഇപ്പൊ ഒരു AI-ന് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരുടെയൊക്കെ ജോബ് അവിടെ പോവാണല്ലോ. യെസ്, ഓക്കെ. അപ്പൊ ശ്രീവൈക പറയുന്നത് ഈ രീതിയിൽ ജെമിനിയും അതുപോലെ ചാറ്റ് ജിപിടിയും പെർപ്ലെക്സിറ്റിയും ഒക്കെ വന്നതിന് ശേഷം കുറെ ആളുകൾ അത്തരം വർക്ക് ചെയ്തിരുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഡിസൈനേഴ്സ്, പോസ്റ്റർ ഡിസൈനേഴ്സ്, അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ജോബ് നഷ്ടപ്പെടും എന്നുള്ളതാണ് ശ്രീവൈക പറയുന്നത്. ദെൻ എനിവൺ ഇതിനോട് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? എനി ഓഫ് യു പ്ലീസ് പറഞ്ഞോളൂ. AI ജോബ് ലോസിന് AI-നെ കൊണ്ട് ജോബ് ലോസ് ഉണ്ടാവാറുണ്ട്. കാരണം എന്താ വെച്ചാല് AI-ക്ക് ഹ്യൂമൻസിനേക്കാളും കൂടുതൽ വേഗത്തിൽ ജോബ്സ് ചെയ്തു തീർക്കാൻ പറ്റും. അപ്പൊ ആ AI-നെ റീപ്ലേസ് ചെയ്ത് ഹ്യൂമൻസിന് പകരം AI റോബോട്ട്സിനെ അല്ലെങ്കിൽ AI ബേസ്ഡ് ആയിട്ടുള്ള എന്തിനെങ്കിലും റീപ്ലേസ് ചെയ്യുമ്പോൾ ആ ഹ്യൂമൻസിന്റെ ജോബ് നഷ്ടപ്പെടാം. അതായത് അൺഎംപ്ലോയ്മെന്റ്, ഇറ്റ് ക്യാൻ ലീഡ് ടു അൺഎംപ്ലോയ്മെന്റ്. മാത്രമല്ല, at the same time AI also creates new jobs in technology, data and machine learning fields. So AI can both reduce and create jobs. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, നൈസ്. ജാൻവി വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും AI വളരെ ഫാസ്റ്റ് ആയിട്ട്, AI ടൂളുകൾ വളരെ ഫാസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് മനുഷ്യരുടെ ജോബ് സ്വാഭാവികമായിട്ടും നഷ്ടപ്പെടും. അതോടൊപ്പം നെക്സ്റ്റ് ഒരു പോയിന്റിലേക്ക് ജാൻവി പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അത് അടുത്ത ലെവലിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. AI പുതിയ ചില ജോബുകൾ ക്രിയേറ്റ് ചെയ്യും എന്നൊരു പോയിന്റ് കൂടി ജാൻവി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്, എലോന പറഞ്ഞോളൂ. യെസ് സർ, ഞാൻ ജാൻവി പറഞ്ഞതിനെ വിയോജിക്കുന്നു. കാരണം AI-ക്ക് ചിലപ്പോൾ കുറെ ജോലികൾ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുമായിരിക്കും. പക്ഷെ AI കണ്ടുപിടിച്ചത് ഹ്യൂമൻ ബ്രെയിൻ വഴിയാണ്. അപ്പൊ ഹ്യൂമൻ ബ്രെയിനിന് കാട്ടും മുകളിൽ AI-ക്ക് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് AI is here to assist us, not to ഓവറായിട്ട് നമ്മുടെ മേൽ അധികാരം സ്ഥാപിക്കാനുള്ളതല്ല AI. AI is here to assist us. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല AI കാരണം നമ്മുടെ മനുഷ്യരുടെ ജോബോ കരിയേഴ്സിനെയോ AI അഫക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. AI ഇല്ലാത്ത കാലത്തും നമ്മൾ ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ AI ഉള്ള കാലത്തും നമുക്ക് ജീവിക്കാൻ പറ്റും. ചിലപ്പോ AI കാരണം നമ്മുടെ ഒരു ജോബ് വല്ലതും നഷ്ടപ്പെടുന്നിരിക്കാം. പക്ഷേ അത് താൽക്കാലികം മാത്രമാണ്. അതൊരിക്കലും ഒരു ലൈഫ് ടൈമിലേക്ക് നമ്മുടെ ജോലി പോകില്ല. മനുഷ്യർക്ക് ഒരു സ്ഥലത്ത് ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഫീൽഡിൽ ജോലി കണ്ടുപിടിക്കാനും അത് ചെയ്യാനുമുള്ള കഴിവ് മനുഷ്യർക്കുണ്ട്. സോ AI കാരണം ജോബ് നഷ്ടപ്പെടും, കരിയർ നഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. എലോന പറഞ്ഞു വെച്ചത് ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത്, ഹ്യൂമൻ ബ്രെയിൻ ആണ് AI പോലും ക്രിയേറ്റ് ചെയ്തത്. സോ ദ AI ഈസ് ആൾസോ എ കോൺട്രിബ്യൂഷൻ ഓഫ് ഹ്യൂമൻ ബ്രെയിൻ. സോ AI കാൻറ്റ് കോൺകർ ഹ്യൂമൻ ബ്രെയിൻ. മനുഷ്യനെ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി, മനുഷ്യനെ കീഴടക്കാനുള്ള ശേഷിയൊന്നും AI-ക്കില്ല. ഒരു കാരണവശാലും AI മനുഷ്യനെ അതിജീവിക്കുകയോ മനുഷ്യന്റെ തൊഴിൽ ഇല്ലാതാക്കുകയോ ചെയ്യുന്ന രീതിയിലേക്ക് പോവില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിനോടുള്ള പ്രതികരണം, മറ്റാരുടെയെങ്കിലും പ്രതികരണം ജാൻവിക്ക് പറയാം, അല്ലെങ്കിൽ മറ്റാർക്കും പറയാം. പറഞ്ഞോളൂ. യെസ് സർ, AI കാരണം AI ഉണ്ടായത് ഹ്യൂമൻസ് വഴിയാണെങ്കിലും എല്ലാ റോബോട്ടുകളും അല്ലെങ്കിൽ എല്ലാ AI-യും ഇതുപോലെ ഹ്യൂമന്റെ താഴെയാണ് നിൽക്കാന്ന് പറയാൻ പറ്റില്ല. ചില AI-ക്ക് ഇങ്ങനെ എന്താ പറയാ, ഹ്യൂമനേക്കാളും കൂടുതൽ തിങ്ക് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമിങ് എന്തെങ്കിലും അതിന് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ ഈ എലോണ പറഞ്ഞ പോലെ ലൈക് താൽക്കാലികമായിട്ടാണെങ്കിലും നമ്മുടെ ജോലി തന്നെയല്ലേ. അത് ഒരു സ്ഥലത്ത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊരു സ്ഥലത്ത് കിട്ടാൻ ഭയങ്കര പാടാണ്. സോ ഒരു സ്ഥലത്താണെങ്കിലും എന്തായാലും ജോലി പോകുമല്ലോ. അത് AI കാരണമാണോ അല്ലയോ എന്നൊന്നും അല്ല, ജോലി പോകും. അതില് ചിലപ്പോ നമ്മുടെ കരിയർ നഷ്ടപ്പെടാം, ചിലപ്പോ വേറെ ജോലി കിട്ടുമായിരിക്കും. പക്ഷെ അത് കിട്ടണമെങ്കിൽ പിന്നെ
എങ്ങനെയാണോ ഈ ജോലി കിട്ടിയത് അതുപോലെ തന്നെ കുറെ ഹാർഡ് വർക്ക് കൊണ്ടിട്ടാണ് അടുത്ത ജോലിക്ക് നമുക്ക് കിട്ടേണ്ടത്. വെരി വാലിഡ് പോയിന്റ് ജാൻവി, യു പുട്ട് എ വെരി വാലിഡ് പോയിന്റ്. ദാറ്റ് ഈസ്, അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. AI വരുമ്പോൾ ജാൻവി പറഞ്ഞത് ഇതാണ്, കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള പല ടൂളുകളുമാണ്. മനുഷ്യനേക്കാൾ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ടൂളുകൾ മനുഷ്യൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷേ അത് മനുഷ്യനേക്കാൾ നന്നായി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായി മനുഷ്യന്റെ ജോബ് പോകും. ആ ജോബ് നഷ്ടപ്പെടുക എന്നുള്ള സംഗതി ഒരുപാട് മനുഷ്യരെ സംബന്ധിച്ച്, ജോബ് നഷ്ടപ്പെടുമ്പോൾ പുതിയ ജോബ് കണ്ടെത്തുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി വേ. അതൊരു അത്ര ഈസി, ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്, അത്ര ഈസി അല്ല, അതൊരു കോംപ്ലിക്കേറ്റഡ് കാര്യം തന്നെയാണ് എന്നാണ് ജാൻവി പറഞ്ഞു വെക്കുന്നത്. ആൻഡ് നമുക്ക് നെക്സ്റ്റ് അടുത്ത ഒരു കാര്യത്തിലേക്ക് കൂടി പോവുകയാണെങ്കിൽ, AI പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ള ഒരു സംഗതി ഉണ്ടല്ലോ. AI എത്രത്തോളം പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്? വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾ പറഞ്ഞോളൂ, അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. എനിക്ക് ടോപ്പിക് ക്ലിയർ ആയി. AI എത്രത്തോളം പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്? AI അൺഎംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനോട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഒരു പോയിന്റ് കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്തുകൊണ്ട് സംസാരിക്കാം. അഥവാ അൺഎംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ, അതോടൊപ്പം AI പുതിയ ജോബുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള, പുതിയ കരിയർ മേഖലകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? അത് എത്രത്തോളം ഉണ്ടാവാം? നഷ്ടപ്പെടുന്ന ജോബിനെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ മനുഷ്യനെ റീപ്ലേസ് ചെയ്യുന്ന അത്രത്തോളം തന്നെ പുതിയ ജോബുകൾ, പുതിയ കരിയർ മേഖലകൾ AI ക്രിയേറ്റ് ചെയ്യുമോ? ഡു AI ക്രിയേറ്റ് മോർ ജോബ്സ് ദാൻ AI നഷ്ടപ്പെടുത്തുന്ന ജോലി കൂടുതൽ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പറഞ്ഞോളൂ. നഷ്ടപ്പെട്ട ജോലി ആയിട്ടുള്ള കണക്ട് ചെയ്യാണ്ട് ഞാൻ വേറൊരു പോസിറ്റീവ് കാര്യം പറയാം. AI creates new jobs opportunities in tech fields like AI development, data analysis, പിന്നെ റോബോട്ടിക്സ്, ഇങ്ങനെ കുറെ കാര്യത്തിൽ AI ന്യൂ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ വർക്ക് മോർ എഫിഷ്യന്റ്ലി, റെഡ്യൂസിങ് വർക്ക് ലോഡ്. Yes, yes, yes. Very good, very good, nice. Then anybody other? യെസ് സാർ. പറഞ്ഞോളൂ. AI എന്നൊരു ഇത് വേണമെങ്കിൽ അത് ഡെവലപ്പ് ആവണല്ലോ. അത് ഡെവലപ്പ് ആവണമെങ്കിൽ AI ഡെവലപ്പേഴ്സ് വേണമല്ലോ. യെസ്. അപ്പൊ AI ഡെവലപ്പേഴ്സിനും വലിയൊരു എന്താ പറയാ, ഒരു ഇതുണ്ട് AI-ല്. യെസ്, ഡെവലപ്പേഴ്സിന് നല്ലൊരു പോസിബിലിറ്റി ഉണ്ട് അല്ലേ? AI ബേസ്ഡ് ആയിട്ടുള്ള പുതിയ ടൂളുകൾ ഡെവലപ്പ് ചെയ്യുക എന്നതിൽ വലിയൊരു പോസിബിലിറ്റി ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്. അതുപോലെ ജാൻവിയും പറഞ്ഞു, പുതിയ റോബോട്ടുകൾ അല്ലെങ്കിൽ പുതിയ മേഖലകൾ, ഡാറ്റ എൻട്രി പോലെയുള്ള പുതിയ മേഖലകൾ എല്ലാം AI ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കും. യെസ്, വെരി ഗുഡ്, നൈസ്. ദെൻ മറ്റുള്ളവർ ഒന്ന് പറയൂ. എലോണ ആൻഡ് ആദിനാഥ്, ആര്യൻ, ഫെബി ആന്റണി, നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയൂ. എനി ഓഫ് യു പ്ലീസ്. ശ്രീഗംഗ, അനുഗ്രഹ, യെസ്, റോഷ്, നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ പറയൂ. പറഞ്ഞോളൂ, ഓപ്പൺ ആയിട്ട് പറഞ്ഞോളൂ. ജോബ്, ശ്രീഗംഗ പറഞ്ഞോളൂ. സാർ, എക്ക് നമ്മൾ കമാൻഡ് കൊടുത്തെങ്കിലല്ലേ അതിന് തിരിച്ച് ഇത് ചെയ്യാൻ പറ്റൂ, ആൻസർ ചെയ്യാൻ പറ്റൂ? തീർച്ചയായും, തീർച്ചയായും. എക്ക് ശരിക്കും സ്വന്തമായിട്ടൊരു ബ്രെയിൻ ഇല്ലല്ലോ. Then how? വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, യെസ്, കണ്ടിന്യൂ ശ്രീഗംഗ. നല്ല പോയിന്റ് ആണ് ശ്രീഗംഗ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യെസ്. അപ്പൊ എങ്ങനെ സാർ മനുഷ്യന്റെ ജോലി പോകുന്നത്? എക്ക് നമ്മൾ കമാൻഡ് കൊടുത്തെങ്കിലല്ലേ അതിന് തിരിച്ച് ജോലി, ഇപ്പൊ ജോബ്സ് ഉണ്ടാക്കാനായാലും ചെയ്യാനായാലും പറ്റും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ശ്രീഗംഗ പിച്ച് ചെയ്യുന്നത് വളരെ വാലിഡ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. മറ്റൊരു ദിശയിലേക്ക് നമ്മുടെ ഡിസ്കഷനെ കൊണ്ടുപോവാണ് ശ്രീഗംഗ. അതായത് നോക്കൂ നിങ്ങൾ, AI മനുഷ്യൻ, ഹ്യൂമൻ പ്രോംപ്റ്റിനനുസരിച്ച് മാത്രം AI വർക്ക് ചെയ്യുന്നത്. AI വർക്ക്സ് ഓൺലി റിഗാർഡിംഗ് ദ പ്രോംപ്റ്റ് ഓഫ് ഹ്യൂമൻ. ഒരു മനുഷ്യൻ നൽകുന്ന ഹ്യൂമൻ പ്രോംപ്റ്റ് അനുസരിച്ച് മാത്രമാണ് AI വർക്ക് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് AI മനുഷ്യനെ റീപ്ലേസ് ചെയ്യുക എന്നാണ് ശ്രീഗംഗയുടെ ചോദ്യം. വളരെ വാലിഡ് ആയ ചോദ്യമാണ്. കാര്യം മനുഷ്യൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഇടപെടൽ
മനുഷ്യന്റെ ഇന്ററാക്ഷൻ, മനുഷ്യൻ പ്രോംപ്റ്റ് നൽകുക എന്നുള്ള പണി മനുഷ്യൻ ചെയ്താൽ മാത്രമേ AI വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ മനുഷ്യനില്ലാതെ വർക്ക് ചെയ്യുന്ന, സ്വയം ചിന്തിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു AI ടൂളും ഇല്ല. മനുഷ്യൻ അതിനകത്ത് പ്രവർത്തിക്കണം. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, എലോന പറഞ്ഞോളൂ. യെസ് സർ, ഞാൻ ശ്രീഗംഗയായിട്ട് യോജിക്കുന്നു. കാരണം ഒരു ബട്ടണിൽ തീരാവുന്നതേ ഉള്ളൂ AI പ്രവർത്തനങ്ങൾ. നമ്മൾ ബാറ്ററി മാറ്റിയിട്ട് കൊടുത്താലേ AI പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ കരിയറിനെയും ജോബ് ഓപ്പർച്യൂണിറ്റീസിനൊക്കെ AI എഫക്ട് ചെയ്യുള്ളൂ. പകരം നമ്മൾ ആ ബട്ടൺ ഒന്ന് ഓഫ് ആക്കുകയോ ബാറ്ററി എടുത്ത് ഊരിക്കളയുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതോടെ തീർന്നു AI. സോ AI ഒരിക്കലും ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ എഫക്ട് ചെയ്യുന്നില്ല. വെരി ഗുഡ്, വെരി ഗുഡ്, നൈസ്. AI എന്ന് പറയുന്നത് ഹ്യൂമൻ കൺട്രോളിലാണ് എന്നാണ് എലോന പറയുന്നത്, അല്ലേ? AI വർക്ക് ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പോലും ഹ്യൂമൻ ആണ്. അപ്പൊ ഹ്യൂമൻ കൺട്രോളിലുള്ള ഒരു സംഗതിയാണ് എല്ലാ AI ടൂളുകളും. അങ്ങനെയാണ്. അതുകൊണ്ട് AI ഒരിക്കലും മനുഷ്യനെ അതിജീവിക്കുകയില്ല, മനുഷ്യന് ജോബ്ലെസ് ആക്കുകയില്ല, അൺഎംപ്ലോയിഡ് ആക്കുകയില്ല എന്നുള്ളത് കൂടിയാണ് പറഞ്ഞു വെക്കുന്നത്. യെസ്, എനിവൺ അതർ? മറ്റേതെങ്കിലും പോയിന്റുകൾ? യെസ്, പറഞ്ഞോളൂ. ഇപ്പൊ പറഞ്ഞത് വെച്ചിട്ട് AI ഇപ്പൊ ഈ AI ബാറ്ററി ഇടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് തന്നെ ഇഷ്ടംപോലെ AI കുറെ കാര്യങ്ങളുണ്ട്. അതിന്റെയൊക്കെ ഇതുപോലെ ബാറ്ററി ഇടാൻ പറ്റുമോ? മാത്രല്ല AI ഹെൽപ്പും കൂടെ ചെയ്യുന്നത് കൊണ്ട് ഹെൽപ്പും പിന്നെ നമുക്ക് നമ്മുടെ ഇങ്ങനെ നമുക്ക് സ്ട്രെസ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഫാസ്റ്റില് ചെയ്യുന്ന, അതായത് ഡാറ്റ അനലൈസിങ് ഒക്കെ അത് ഫാസ്റ്റില് ചെയ്യുന്ന, അത് ഹെൽപ്ഫുള്ളും കൂടെയാണ് നമുക്ക്. അതുകൊണ്ട് ആരും അതിനെ കളയാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ ഈ AI ഈ ബാറ്ററി ഊരിയിടുക അല്ലെങ്കിൽ അതിനെ ബട്ടൺ ഓഫ് ആക്കുക എന്നൊക്കെ പറയണത് ഈ ലോകത്ത് ഇഷ്ടം പോലെ AI റോബോട്ടുകളും ഒക്കെ ഉണ്ട്. എല്ലാത്തിന്റെയും പോയി ബാറ്ററി ഊരിയിടാൻ പറ്റുമോ നമുക്ക്? ഇല്ലല്ലോ. യെസ്, യെസ്, ജാൻവി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വെച്ചിരിക്കുന്നു. എലോണ മറുപടി പറയാൻ തയ്യാറാണ്, പറഞ്ഞോളൂ. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ നമ്മൾ നമ്മുടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ ഇരുന്ന് സന്തോഷിച്ച് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ കിട്ടുന്ന ആ വാംത്ത് ഒരിക്കലും AI തരാൻ സാധിക്കുകയില്ലല്ലോ. ആ സ്ട്രെസ് നമ്മുടെ സ്ട്രെസ് AI ഒരിക്കലും ലോവർ ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടും ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വാംത്ത്, ആ ഒരു മനസ്സിന് കിട്ടുന്ന ഒരു സുഖം ഒരിക്കലും AI റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് ആ സ്ട്രെസ് അല്ല. അതാണ് ചോദ്യം. പറഞ്ഞോളൂ. ഞാൻ ഉദ്ദേശിച്ചത് ആ സ്ട്രെസ് അല്ല. നമ്മളെ ഈ മറ്റേ ഈ ഡാറ്റയൊക്കെ അതായത് വലിയ ഡാറ്റകളൊക്കെ നമുക്ക് ചെയ്യുന്നതിനേക്കാളും എത്രയോ ഫാസ്റ്റ് ആയിട്ട് AI ചെയ്യും. ആ ഒരു കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫാമിലിയായിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ സംസാരിക്കുന്ന വാർത്ത അത് AI കിട്ടില്ല. അത് ശരി തന്നെയാണ്. എന്ന് വെച്ച് നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ AI കയറി വന്നിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, നൈസ്. ഇനി നമുക്ക് മറ്റൊരു പെർസ്പെക്റ്റീവിലേക്ക് പോവാം. AI തൊഴിലില്ലായ്മയേക്കാൾ മനുഷ്യരുടെ ജീവിതം എളുപ്പമാക്കുകയാണ് ചെയ്യുന്നത് എന്നൊരു ആർഗ്യുമെന്റ് ഉണ്ട്. അതിനോട് നിങ്ങളുടെ യോജിപ്പും വിയോജിപ്പും എങ്ങനെയാണ്? അഥവാ മനുഷ്യന്റെ ജീവിതത്തെ കൂടുതൽ സ്മൂത്ത് ആക്കാൻ, കൂടുതൽ കൺവീനിയന്റ് ആക്കാൻ, കൂടുതൽ ഈസ് ആക്കാനാണ് AI ടൂളുകൾ അങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇറ്റ്സ് എ സപ്പോർട്ടീവ് സിസ്റ്റം. AI, no doubt, AI is a supportive system which helps the life, the easiness of life. What do you think? What's your points and what do you think? What do you pinpoint? Yes. സർ, അത് കറക്റ്റ് തന്നെയാണ്. കാരണം ഇപ്പൊ AI ഇറങ്ങിയതിനു ശേഷം നമുക്ക് ഭയങ്കര ഹാർഡായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ AI വേഗം ചെയ്തു തീർക്കാൻ പറ്റും. മാത്രമല്ല ഇപ്പൊ എല്ലാവരും ഹൗസ് ഹോൾഡിനായാലും അല്ലെങ്കിൽ അങ്ങനെ ക്ലീനിങ്ങിനായാലും എന്തിനായാലും റോബോട്ടിനെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഇങ്ങനെ പുറത്തുള്ള കൺട്രീസ് ഒക്കെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ത്യയിൽ മാത്രമേ അതിന്റെ ഒന്നും കൂടെ ഒന്ന് വികസിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ. ബാക്കി ഇങ്ങനെ ഫോറിൻ കൺട്രീസ് ഒക്കെ ഇങ്ങനെ ഹൗസ് ഹോൾഡിനായിട്ടും ക്ലീനിങ്ങിനായിട്ടും ഒക്കെ റോബോട്ട്സിനെ വെക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ വർക്ക് ലോഡ്, അങ്ങനെ ഡാറ്റ അനലൈസിങ്ങിനൊക്കെ അങ്ങനത്തെ നമ്മുടെ ഈ ഓഫീസിലെ കുറെ ഡാറ്റാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനെക്കൊണ്ട് വേഗം തന്നെ ചെയ്തു തീർപ്പിക്കാൻ പറ്റും. അതോടുകൂടി നമ്മുടെ വർക്ക് ലോഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയും. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു AI നമ്മുടെ ജീവിതത്തെ തന്നെ സ്മൂത്ത് ആക്കുന്നു എന്ന് പറയാൻ കാരണം. വെരി ഗുഡ്, നൈസ്, വെരി ഗുഡ്. നല്ലൊരു പോയിന്റ് ആണ് പറഞ്ഞത്. ശ്രീവൈക്കയ്ക്ക് അതിനോട് എന്തോ ചേർത്ത് പറയാനോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയി പറയാനോ ഉണ്ട്? ശ്രീവൈക്ക, പറഞ്ഞോളൂ. ഓപ്പോസിറ്റ് അല്ല,
ഐ അഗ്രി വിത്ത് ജാൻവി. ലൈക്ക് ഞാൻ ഉദ്ദേശിച്ചത് വെർച്വൽ അസിസ്റ്റൻസ് ഉണ്ടാവും. AI-യുടെ ഒരു ഉപയോഗം നമ്മുടെ ലൈഫ് കൂടുതൽ ഈസി ആക്കും എന്നുള്ളതിന് ഞാൻ നന്നായി യോജിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ നമ്മൾ പല വീട്ടുകളിലും നമ്മൾ അലക്സ കാണാറുണ്ട്, സിറി കാണാറുണ്ട്. അതിപ്പോ നമുക്ക് എല്ലാം വെതർ പറഞ്ഞു തരും. പിന്നെ നമ്മൾ പറയുന്ന എല്ലാത്തിനും 100% ആക്യുറേറ്റ് അല്ലെങ്കിലും തിരിച്ച് അതിനേക്കാൾ പറ്റുന്ന ഒരു ഇതില് നല്ലൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ അത് തരാൻ ശ്രമിക്കാറുണ്ട് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. വെരി ഗുഡ്, വെരി ഗുഡ്, നൈസ്, നൈസ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടില് മിക്ക കാര്യങ്ങളും ഇപ്പോ സ്മാർട്ട് ഹോം, ഇപ്പൊ നമ്മുടെ വീട് സ്മാർട്ട് ഹോം ഓട്ടോമേഷനിലാണ്. കുറെ കാര്യങ്ങൾ AI ആണ് ചെയ്യുന്നത്. കാരണം ഫോർ എക്സാമ്പിൾ ലൈറ്റിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ടെമ്പറേച്ചർ, പിന്നെ എനർജി സേവിങ്സിൽ ഒരുപാട് AI ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ പുറത്ത് പോവുകയാണെങ്കിലും ട്രാൻസ്പോർട്ടേഷന്, മാപ്പ്, നാവിഗേഷൻ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സെക്യൂരിറ്റിക്ക് ആയാലും ഡോർ ലോക്ക് അതിനൊക്കെ AI ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ എൻ്റെ ഒപ്പീനിയനിൽ വിചാരിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, നൈസ്, നൈസ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ശ്രീവൈഗ വളരെ പോയിന്റ് ഔട്ട് ചെയ്യാവുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പിച്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ശ്രീഗംഗ പറഞ്ഞോളൂ. പറഞ്ഞോളൂ ശ്രീഗംഗ. സാർ, AI കൊണ്ട് നമുക്ക് കുറെ യൂസസ് ഉണ്ട്, ലൈക്ക് റോബോട്ട്സ്, അങ്ങനെ കുറെ യൂസസ് ഉണ്ട്. പക്ഷെ അത് നമ്മൾ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് നമ്മൾ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. യെസ്, യെസ്. എങ്ങനെയാണ് AI കൊണ്ട് നമുക്ക് ഗുണങ്ങളല്ലാതെ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ ശ്രീഗംഗ? സാർ, നമ്മൾ അതിനെ നമ്മൾ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ നമുക്ക് ലൈക്ക് ഇപ്പൊ ജിമിനി തന്നെ നമ്മൾ കുറെ ഫോട്ടോസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതും ഉണ്ട്, പിന്നെ കുറെ ചീറ്റിങ്സ് ഉണ്ടാവും അതിൽ നിന്ന്. ഓക്കെ, ഓക്കെ, ഗുഡ്, നൈസ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. എലോണ പറയൂ. സർ, ആക്ച്വലി AI നമ്മുടെ ജോബ്സ് ഒക്കെ സ്മൂത്ത് ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നു. ബിക്കോസ് AI ഈസ് ഹിയർ ടു അസിസ്റ്റ് അസ്. സോ അസിസ്റ്റിംഗ് എന്നൊരു ഇതിൽ നമ്മുടെ ജോബ്സ് നമുക്ക് എളുപ്പമാക്കി തരാനും നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്യാനും നമ്മളെ സമ്മതിക്കും. സോ അതിനോട് ഞാൻ യോജിക്കുന്നു. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ദെൻ പറഞ്ഞോളൂ. ഞാൻ ഈ ഒരു ടോപ്പിക്കിനോട് യോജിക്കുന്ന കാര്യം പറഞ്ഞു, കാരണം ഇതെങ്ങനെയാണ് സ്മൂത്ത് ആകുന്നതെന്ന്. അപ്പൊ ഇതിനായിട്ട് എനിക്ക് ഒരു വിയോജിപ്പും കൂടി ഉണ്ട്. കാരണം എന്താ വെച്ചാല് ഇത് AI അല്ലേ, ചിലപ്പോ ഇങ്ങനെ ഹൗസ് ഹോൾഡ് വർക്ക്സിനൊക്കെ നിർത്തുന്ന AI റോബോട്ട്സ് ഒക്കെ ചില സമയത്ത് AI ആയതുകൊണ്ട് തന്നെ ചില സമയത്ത് എറേഴ്സ് അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അത് ചിലപ്പോൾ നമ്മുടെ പ്രോഗ്രാമിനെ പറ്റിയ എന്തെങ്കിലും കുഴപ്പമായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എറർ ആയിരിക്കാം. ആ എറർ വരുന്ന സമയത്ത് അത് ചില റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു. ഓക്കെ, ഓക്കെ, ജാൻവി അതിന്റെ മറ്റൊരു വശമാണ് പറഞ്ഞത്. വെരി ഗുഡ്, വെരി ഗുഡ്, നൈസ്. പറഞ്ഞോളൂ. ഞാൻ യോജിക്കുന്നു. എന്റെ പഠിത്ത കാര്യത്ത് എന്ത് ഒരു തടസ്സം വന്നാലും ഞാൻ ഈ മിക്ക AI എടുത്ത് ഞാൻ ചോദിക്കും. അപ്പം അത് ചിലവർക്ക് പഠിക്കാനൊക്കെ ഉണ്ടായിരിക്കും, നല്ല ജോലി ഉണ്ടായിരിക്കും. അപ്പം ഞാൻ മറ്റേ AI എടുത്ത് ചോദിക്കുമ്പോൾ എല്ലാം എനിക്ക് നല്ലപോലെ അതിന്റെ റിസൾട്ട് ഇങ്ങനെയാണെന്ന് എനിക്കറിയാൻ പറ്റും. വെരി ഗുഡ്, വെരി ഗുഡ്, നൈസ് പോയിന്റ്സ്. വെരി ഗുഡ് അനിത, വെരി ഗുഡ്. ദെൻ പുതിയൊരു കാര്യം ചോദിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ. സ്കൂൾ സ്റ്റുഡൻസ് ഷുഡ് ബി ട്രെയിൻഡ് ഇൻ AI റിലേറ്റഡ് സ്കിൽസ് ടു ഫേസ് ദ ഫ്യൂച്ചർ എന്നൊരു ആർഗ്യുമെന്റ് ഉണ്ട്. ദർ ഇസ് ആൻ ആർഗ്യുമെന്റ്. ഡു യു അഗ്രി വിത്ത്? സ്കൂൾ സ്റ്റുഡൻസ് നിർബന്ധമായും AI റിലേറ്റഡ് സ്കില്ലുകൾ പരിശീലിച്ചാൽ മാത്രമേ ഫ്യൂച്ചറിലേക്ക് ഫിറ്റ് ആവുകയുള്ളൂ എന്നാണ് പല ആളുകളും പറയുന്നത്. അതിനെക്കുറിച്ച് ആസ് സ്റ്റുഡൻസ്, നിങ്ങൾ വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സർ, എന്റെ സ്കൂളിലും AI ബോർഡ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. AI ഇനി വരുന്ന ഫ്യൂച്ചറിനെ സംബന്ധിച്ചിടത്തോളം AI നമുക്ക് എന്തായാലും പ്രധാനമാണ്. കാരണം ഇപ്പൊ തന്നെ AI ഇങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ AIന്റെ
ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് AI വർദ്ധിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമ്മള് ഫുള്ളായിട്ട് AI ഉള്ളിലായിരിക്കണം എന്നില്ല. കാരണം നമ്മള് ഈ ലോകത്ത് നിന്നാണ് പല കാര്യങ്ങളും പഠിക്കുന്നത്. നമ്മുടെ ഈ സ്കൂൾ സ്റ്റഡീസ് എന്നല്ലാണ്ട് പുറത്തുനിന്നാണ് നമ്മൾ ലോകം അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നത്. സോ കൂടുതൽ AI ആയിട്ട് ട്രെയിൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾ ഈ AI തന്നെ എല്ലാം ചോദിക്കുകയും അല്ലെങ്കിൽ AI ഇങ്ങനെ ബന്ധപ്പെട്ടു പോവുകയും ചെയ്യും. ശരിക്കും നമ്മൾ നമ്മുടെ ഈ AI കൂടുതൽ നമ്മുടെ AI ആണ്. AI ആയിട്ട് ട്രെയിൻ ആവണം. ഇനി വരുന്ന ഫ്യൂച്ചറിനെ ഫേസ് ചെയ്യണമെങ്കിൽ AI ട്രെയിൻ ആവണം. അത് ഞാൻ യോജിക്കുന്നു. ബട്ട് അതിനായിട്ടുള്ള വിയോജിപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ AI കൂടുതൽ ട്രെയിൻഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ലോകം ഒന്നും കുട്ടികൾക്ക് അറിയാൻ പറ്റില്ല. നമ്മുടെ ലോകത്ത് നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാം. അപ്പൊ ഞാൻ അതിനായിട്ട് വിയോജിക്കുന്നുണ്ട്, യോജിക്കുന്നു. ഓക്കെ ജാൻവി, വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ജാൻവി പുട്ട് എ പോയിന്റ്. she put some points and she keep balance. Very good, nice. ഒരു ബാലൻസ് കീപ്പ് ചെയ്തുകൊണ്ടാണ് ജാൻവി AI സമീപിക്കുന്നത്. അത് വളരെ നല്ല ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിട്ട് തോന്നി. അതായത് AI എല്ലാ പോസിറ്റീവും നമ്മൾ ഉപയോഗിക്കണം. അതേസമയം നമ്മൾ നിലവിലുള്ള യൂണിവേഴ്സ്, നമ്മളുടെ ചുറ്റുമുള്ള സറൗണ്ടിങ്സ്, നമ്മളുടെ സറൗണ്ടിങ്സിലുള്ള നമ്മളുടെ നേച്ചർ, സറൗണ്ടിങ്സ്, നമ്മളുടെ മറ്റു കാര്യങ്ങൾ, റിലേഷൻസ്, ഇതൊക്കെ ആയിട്ട് ഡിസ്കണക്റ്റ് ആയിക്കൊണ്ടുള്ള ഒരു AI കണക്ഷൻ എന്ന് പറയുന്നത് അത് ഡേഞ്ചറസ് ആണ്, അപകടകരമാണ് എന്നാണ് ജാൻവി അല്ലെ പറഞ്ഞു വെച്ചത്. വെരി ഗുഡ്, വെരി ഗുഡ്, നൈസ്, നൈസ്, വെരി ഗുഡ്. എനിബഡി അതർ? യെസ്, പറഞ്ഞോളൂ. ഞാനും യോജിക്കുന്നു. പറഞ്ഞോളൂ. യെസ്, കണ്ടിന്യൂ പറഞ്ഞ ആള് കണ്ടിന്യൂ ചെയ്തോളൂ. ഇപ്പൊ എന്റെ ലൈഫിൽ നടന്ന ഒരു കാര്യമാണ്. ഫസ്റ്റ് ഞാൻ ഈ AI എടുത്ത് സംസാരിച്ചപ്പോ എനിക്ക് ചെറുതായിട്ട് അഫ്രൈഡ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് കണ്ടിന്യൂ ഒക്കെ ചെയ്ത് വന്നപ്പോ എനിക്കൊരു പേടിയില്ല, നല്ല ഒരു കോൺഫിഡൻസ് ആക്കി. അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, ഗുഡ്, നൈസ് പോയിന്റ്, നൈസ്. ദെൻ സിനി ഇവിടെ പുതുതായിട്ട് ഹാൻഡ് റൈസ് ചെയ്ത ഒരാളാണ്. സിനി പറയും. സിനി പറഞ്ഞോളൂ. ഞാൻ യോജിക്കുന്നു. ബിക്കോസ് നമ്മുടെ സ്കൂളിൽ ഇപ്പൊ ടീച്ചർ പഠിപ്പിച്ചാൽ പോലും നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ChatGPTയോടോ ജിമിനിയോടോ അങ്ങനെ ഏത് AIയോട് നമ്മൾ ചോദിക്കും. അത് നമുക്ക് കറക്റ്റായിട്ടൊരു ആൻസർ തരും. അതുകൊണ്ട് തന്നെ ഇനിയും ഇപ്പൊ തന്നെ ഇത്ര ആണെങ്കിൽ എന്തായാലും ഇനിയും അടുത്ത ഫ്യൂച്ചറിലേക്ക് വേണ്ടി എന്തായാലും ഇതൊരു ഇമ്പോർട്ടൻറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. വെരി ഗുഡ്. യെസ്, ഞാൻ AI കണക്ട് ആവണ്ടെന്ന് പറഞ്ഞില്ല. കൂടുതൽ കണക്ട് ആയാൽ ഇപ്പൊ ഉള്ള നമ്മുടെ യൂണിവേഴ്സിനെ മറന്ന് ഇതിനുമായി കണക്ട് ആയി കഴിഞ്ഞാൽ ഡേഞ്ചറസ് ആണെന്നാണ് പറഞ്ഞത്. യെസ്, യുവർ പോയിന്റ് ഈസ് വെരി ക്ലിയർ ജാൻവി. യെസ്, ദെൻ സർ ശ്രീഗംഗ പറയൂ. സർ, AI ഈസ് ഇമ്പോർട്ടന്റ്, അത് വേണം. ബട്ട് AIക്ക് നമുക്ക് എല്ലാം ക്ലിയർ ചെയ്ത് തരാൻ പറ്റണം എന്നില്ല. ഓക്കെ, യെസ്. എന്തുകൊണ്ടാണ് ശ്രീഗംഗ അങ്ങനെ പറയുന്നത്? സർ, AI ജസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് മാത്രമാണ് നമുക്ക് തിരിച്ചു തരുന്നത്. തീർച്ചയായിട്ടും, അതെ. AI സ്വയം ചിന്തിച്ചുകൊണ്ട് നമുക്കൊന്നും തരുന്നില്ല. നമുക്ക് നമ്മൾ പറയുന്നതിനനുസരിച്ചുള്ള അസിസ്റ്റൻസ് മാത്രമാണ് AI നമുക്ക് തരുന്നത്. യെസ്, വെരി ഗുഡ്. യെസ്, ദെൻ എലോണ പറഞ്ഞോളൂ. സർ, ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുകയും ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ വിയോജിക്കുകയും ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഈ നമ്മുടെ ഹോൾ വേൾഡിൽ ഏറ്റവും കൂടുതൽ ടെക്നോളജിക്കലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ചൈന. അവിടെ ഒട്ടുമിക്ക കാര്യങ്ങളും AIയും ടെക്നോളജിയും യൂസ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. ബട്ട് സ്റ്റിൽ ദേ ആർ ആസ്കിങ് ഫോർ മോർ പോപ്പുലേഷൻ ബിക്കോസ് ദേ നോ ദാറ്റ് AI പ്രവർത്തിക്കണമെങ്കിൽ ഹ്യൂമൻസ് വേണം. അതുകൊണ്ട് തന്നെ
എന്തുകൊണ്ടും ഇപ്പൊ വളർന്നു വരുന്ന സ്റ്റുഡൻസിനായാലും ഫുള്ളി AI ഡിപ്പെൻഡന്റ് ആവണം എന്നുള്ള സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ വിയോജിക്കുന്നു. കാരണം ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ നിലനിന്ന് പോകണമെങ്കിൽ ദേ ഷുഡ് ലേൺ ഫ്രം ലൈഫ് എക്സ്പീരിയൻസസ്. അല്ലാണ്ട് AI മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ പല സിറ്റുവേഷൻസും സ്റ്റുഡൻസിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ AIയുടെ ഹെൽപ്പും വേണം, but also through life experiences. They should study through life experiences also. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വളരെ ഡീറ്റെയിൽ ആയിട്ടാണ്, വളരെ നല്ല രീതിയിലാണ് കൺക്ലൂഡ് ചെയ്തത്. വെരി ഗുഡ്. ദെൻ ഒരു ന്യൂ വൺ ആരോ ഒരാൾ, ആദിനാഥ് പറഞ്ഞോളൂ. സാർ, എനിക്ക് ആയിട്ട് യോജന ഉണ്ടെന്നാൽ നേച്ചറുമായിട്ട് കുറച്ച് ഇതായിരുന്നാൽ കുഴപ്പമില്ല. നേച്ചറുമായിട്ട് ഒരു കണക്ഷൻ വേണം. എന്താന്ന് വെച്ചാൽ AI കൂടുതലായാൽ ഡേഞ്ചർ ആവാനും സാധ്യതയുണ്ട്. എന്താന്ന് വെച്ചാൽ AI കൂടുതലായും നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റഡി ടൈമിൽ യൂസ് ചെയ്യുന്നത് നല്ലതല്ല. എന്തെന്ന് വെച്ചാൽ യൂട്യൂബ് അങ്ങനെയുള്ള വസ്തുക്കൾ അങ്ങനെ ഉള്ളത് കാണുന്നതിലും സ്റ്റഡി മെറ്റീരിയൽസ് അങ്ങനെ ഉള്ളത് യൂസ് ചെയ്യാതെയും ചിൽഡ്രൻസ് എടുക്കുന്നത് നല്ലതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനകത്ത് AI ടൂളുകൾ നമുക്ക് ഉപയോഗിക്കുന്നത് പഠിക്കാനും പഠനത്തെ എളുപ്പമാക്കാനും അതുപോലെ തന്നെ ജോലി ഈസി ആക്കാനും സഹായിക്കില്ലേ? അപ്പോൾ AI ഡിപ്പെൻഡ് ചെയ്യുന്നതല്ലേ, കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നതല്ലേ നല്ലത്? പറഞ്ഞോളൂ. പക്ഷേ ചിലർ അങ്ങനെയല്ലല്ലോ. ചിലപ്പോൾ ഇത് സ്റ്റഡി ചെയ്യുകയാണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ സ്റ്റഡി ചെയ്യാതെ വേറെ പലതും ചെയ്യുന്ന ചിൽഡ്രൻസ് ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിലാണ് AI ഗുണകരം എന്നാണ് ആദിനാഥ് പറയുന്നത്. AI വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചും എസ്പെഷ്യലി സ്റ്റുഡൻസ് അല്ലെങ്കിൽ ചിൽഡ്രൻ യൂസ് ചെയ്യുമ്പോൾ ചില വളരെ കോഷ്യസ് ആയിട്ട് ആവശ്യമായ കാര്യങ്ങൾക്ക് മാത്രം ഏറ്റവും ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കണം എന്നാണ് ആദിനാഥ് പറഞ്ഞു വെച്ചത്. യെസ്, പറഞ്ഞോളൂ ശ്രീവൈക. യെസ് സാർ. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ഒരു ഇതിലായിട്ട് നന്നായി യോജിക്കുന്നുണ്ട്. കാരണം AI നമുക്ക് ഈ സൊസൈറ്റിയിൽ ടെക്നോളജിയുടെ ഒരു ഇമ്പോർട്ടൻസ് നല്ലോണം കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എത്തിക്കൽ ഇംപ്ലിക്കേഷൻസ് ഒക്കെ AI നമ്മൾ ഇതൊക്കെ സ്റ്റുഡൻസ് എല്ലാവരും ഇതൊക്കെ AIനെ കുറിച്ച് ഇന്നതാണെന്നൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് നോളേജ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ എനിക്ക് തോന്നുന്നു ബേസിക്കലി AI ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആവാൻ പോകുന്നത്. കാരണം ഹ്യൂമൻസ് ഒരിക്കലും ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. AIയുടെ ഒരു ഫെസിലിറ്റീസും അതുപോലെ തന്നെ AIയുടെ ഇമ്പോർട്ടൻസും ഫ്യൂച്ചറിൽ കൂടാൻ നല്ല ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ AI നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്തുകൊണ്ടും ഫ്യൂച്ചറിൽ നമുക്ക് അത് ഒരുപാട് ഉപയോഗപ്പെടാം. അതുപോലെ തന്നെ ഒരുപാട് AI ഇപ്പോൾ തന്നെ ഇത്രത്തോളം ഒരു എന്താ പറയുക ഹ്യൂമൻസിനെക്കാട്ടും കുറച്ച് മുകളിൽ പോയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ തന്നെ AI എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ഫ്യൂച്ചറിൽ ഇനിയും കൂടുതലായിട്ട് ആക്സസ് കൂടും AIന്. ബേസിക്കലി ഇനിയും ദിവസങ്ങൾ കൂടുന്തോറും അപ്പോൾ കൂടുതലായിട്ട് AI നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് കടന്നു വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ AIനെ കുറിച്ച് കൂടുതൽ ഇപ്പൊ തന്നെ സ്റ്റുഡൻസ് പഠിക്കുന്നത് എന്തുകൊണ്ടും ഫ്യൂച്ചറിൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. Sir, can I say one point? Yes. Over dependence on AI. അത് എന്താ വെച്ചാല് may reduce focus and focus on basic skills like handwriting, reading and all. അതായത് നമ്മുടെ ഓവർ ഡിപ്പെൻഡൻസ് ഓൺ ടെക്നോളജി ആൻഡ് AI അത് നമ്മുടെ ബേസിക് സ്കിൽസ് ആയ ഹാൻഡ് റൈറ്റിംഗ്, റീഡിങ് ഇതിന്റെയൊക്കെ ഫോക്കസ് കളയുന്നതായിരിക്കും. യെസ്. ജാൻവി, അവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ജാൻവിയോട് നേരിട്ട്. നമ്മള് പുതിയ കാലത്ത് നമ്മുടെ AI ടൂളുകൾ നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുന്നതെല്ലാം ടൈപ്പ് ചെയ്ത് തരുന്നു. അതോടൊപ്പം നമുക്ക് വോയിസ് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ടൈപ്പ് ചെയ്ത് തരുന്നു. നമുക്ക് കോപ്പി എടുക്കാനാണെങ്കിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് ടൈപ്പ് ചെയ്ത് തരുന്നു. ഇങ്ങനെ ധാരാളം AI ടൂളുകളുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ എഴുതി പരിശീലിക്കേണ്ട കാര്യം ഫ്യൂച്ചറിൽ എഴുത്ത് എന്ന് പറയുന്ന സംഗതി നമുക്ക് ആവശ്യമായി വരുമോ? നമ്മൾ അതിന്റെ പുറകെ പോവേണ്ടതുണ്ടോ? ഇല്ല സർ, ബട്ട് ഇത് AI വെച്ച് AI എഴുതി തരുന്നതൊക്കെ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. പക്ഷെ ഇങ്ങനെ എഴുതി പഠിക്കുന്നത് അതൊരു അനുഭവിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം
നമ്മൾ എഴുതി പഠിച്ചാലാണ് നമുക്ക് കൂടുതൽ തലേ കയറുള്ളൂ. വായിക്കാൻ ആർക്കും പറ്റും, പക്ഷെ എഴുതുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുന്നത് എന്ന് ഞാൻ പറയുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ജാൻവി പറഞ്ഞത് ഒരു വാലിഡ് പോയിന്റ് ആണ്. സൈക്കോളജിക്കലി പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ എഴുതുമ്പോൾ നമ്മൾ പേന കൊണ്ടുള്ള ഒരു എഴുത്ത് മാത്രമല്ല, നമ്മൾ എഴുതുമ്പോഴാണ് നമ്മളുടെ ഹൃദയത്തിൽ അതൊരു ശിലയിൽ കൊത്തിവെക്കുന്നത് പോലെയാണ് എന്ന് പറയാറുണ്ട്. നമ്മൾ എഴുതുമ്പോൾ എഴുതി പഠിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ അത് കൊത്തിവെക്കുന്നത് പോലെയാണ് എന്നാണ്. അത് ഒരു സൈക്കോളജിക്കൽ പ്രൂവൺ സംഗതി കൂടിയാണ്. വെരി ഗുഡ്, നൈസ്. ദെൻ എനി അതർ ഒപ്പീനിയൻ? യെസ്, അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തൊരു പോയിന്റിലേക്ക് പോവാണ്. ദർ ഈസ് ആൻ ആർഗ്യുമെന്റ് ദാറ്റ് AI makes some people rich and many people jobless. ധാരാളം ആളുകളെ റിച്ച് ആക്കും AI, അതേസമയം ഒരുപാട് പേരെ ജോബ്ലെസ് ആക്കുകയും ചെയ്യും എന്നൊരു ആർഗ്യുമെന്റ് ഉണ്ട്. അത് വെറുതെ പറയുന്നതല്ല. കാരണം AI ടൂളുകളെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് വലിയ വലിയ കമ്പനീസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ AI ടൂളുകൾ വരുന്നതോടുകൂടി, ഫോർ എക്സാമ്പിൾ ഒരു ഡിസൈനിങ് ടൂൾ ആണെന്ന് വെക്കാം. ആ ഡിസൈനിങ് ടൂൾ വരുന്നതോടുകൂടി, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഡിസൈനിങ് ടൂൾ, ആ ഡിസൈനിങ് ടൂൾ വരുന്നതോടുകൂടി എല്ലാവരും ആ ഡിസൈനിങ് ടൂളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അവിടെ ഡിസൈൻ ചെയ്യുന്ന ഡിസൈനേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റി ജോബ്ലെസ് ആവുന്നു. അതുപോലെ തന്നെ AI ഡയഗ്നോസ് ചെയ്യുന്ന ടൂളുകൾ വരാൻ പോകുന്നു. അതോടുകൂടി ഡോക്ടേഴ്സിലെ വലിയൊരു വിഭാഗത്തിന്റെ ഡയഗ്നോസ് ചെയ്യുക എന്നുള്ള ജോലിയെ അത് ബാധിക്കുന്നു. AI ടീച്ചേഴ്സ് വരാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഈ AI ടീച്ചേഴ്സ് ആണെങ്കിലും AI ഡയഗ്നോസ് ചെയ്യുന്ന മെഷീൻസ് ആണെങ്കിലും AI ബേസ്ഡ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസൈനിങ് ആണെങ്കിലും എല്ലാം ചില കമ്പനീസിന്റെ ടൂളുകളാണ്. അവർക്കാണ് അതിന്റെ എല്ലാം ഇൻകം വരുന്നത്. അതേസമയം അവിടെ വലിയൊരു കമ്മ്യൂണിറ്റി ജോബ്ലെസ് ആയിക്കൊണ്ടിരിക്കുന്നു, വലിയൊരു വിഭാഗം മനുഷ്യർ. സോ AI കാരണമായി കുറച്ച് ആളുകൾ വലിയ റിച്ച് ആവുകയും വളരെ കൂടുതൽ പേർ ജോബ്ലെസ് ആവുകയും ചെയ്യും എന്നൊരു ആർഗ്യുമെന്റ് ഉണ്ട്. ഡു യു അഗ്രി ഓർ ഡിസഗ്രി? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് പോയിന്റ്? സർ, എനിക്ക് ഡിസഗ്രി ചെയ്യാനും അഗ്രി ചെയ്യാനും പോയിന്റ്സ് ഉണ്ട്. കാരണം ദിസ് ഹെൽപ്സ് us in business growth. അതായത് കമ്പനീസ് uses AI to grow faster and earn more profit. അതാണ് എനിക്ക് ഒരു പോസിറ്റീവ് പോയിന്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ. നെഗറ്റീവ് പോയിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ജോബ് ലോസ്, അതായത് കുറെ റീപ്ലേസ്മെന്റ്സ് വരുന്നു. പിന്നെ ഇൻകം ഗ്യാപ്പ് വരുന്നുണ്ട്. അതായത് rich people may get more richer and poor people may lose opportunities, leading to inequalities. Yes, that's the point. Yes, Elona. Yes. സർ, ആക്ച്വലി ഞാൻ ഇതിനോട് യോജിക്കുകയും ചെയ്യുന്നുണ്ട്, വിയോജിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഫോർ എക്സാമ്പിൾ, ഈ യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കാൻ അറിയാവുന്നവർക്ക് അവർ വീഡിയോസ് പോസ്റ്റ് ചെയ്യുകയും അതിലൂടെ അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ദേ വിൽ അവരൊരു ഫീൽഡിലും മികവ് തെളിയിക്കും. പക്ഷേ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ യൂട്യൂബിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഇതുമില്ലാത്ത അറിയാത്ത ആൾക്കാരുള്ളപ്പോൾ അവർക്ക് ഒരിക്കലും ആ ഫീൽഡിൽ മികവ് തെളിയിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ AI എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നറിയാവുന്നവരാണെങ്കിൽ അവർക്ക് തീർച്ചയായും ഭയങ്കര ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ AI-നെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഒരു പിടിയില്ലാത്തവർക്ക് ഒരിക്കലും അതൊരു ഗുഡ് പോസിറ്റീവ് ആയിട്ട് അത് അവരെ അഫക്ട് ചെയ്യില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ ഇവിടെ പറഞ്ഞല്ലോ ഡോക്ടേഴ്സിന്റെ ഡയഗ്നോസിസ് ഒക്കെ ഡോക്ടേഴ്സിനെ റീപ്ലേസ് ചെയ്യുന്നു. അതിൽ ഞാൻ വിയോജിക്കുന്നു. കാരണം AI നമ്മളെ റീപ്ലേസ് ചെയ്യാൻ വന്നിരിക്കുന്നതല്ല. ഡോക്ടേഴ്സ് അവരുടെ ഒരു ഇതും അവരുടെ ആ ഒരു നോളജ് ഒരിക്കലും AI-ക്ക് നമ്മളെ ഡോക്ടേഴ്സിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരിക്കലും AI-ക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. AI കൂടുതലും റോങ് ആയിട്ടുള്ള ആൻസേഴ്സ് നമ്മുടെ ഡയഗ്നോസിസ്, നമ്മളിപ്പോ എനിക്കിങ്ങനെ തലവേദന ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ശരിക്കുമുള്ള രോഗമായിരിക്കില്ല AI നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. പക്ഷെ നമ്മൾ നേരിട്ട് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ നമ്മുടെ അസുഖം എന്താണെന്ന് അവർ വ്യക്തമായിട്ട് പറഞ്ഞു തരുകയും അതിനുള്ള മെഡിസിൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് അങ്ങനത്തെ ആ ഫീൽഡിനെ ഒരിക്കലും AI-ക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുകയില്ല. ഓക്കെ എലോന, വെരി ഗുഡ്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ എലോന സംസാരിച്ചു. എലോന വളരെ സ്ട്രോങ് ആയിട്ട് പിച്ച് ചെയ്ത ചില പോയിന്റുകൾ ഉണ്ട്.
ഒരിക്കലും പല മേഖലയിലും ഹ്യൂമൻ ബീയിങ്ങിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷനായി ഒരിക്കലും AI വരില്ല, അല്ലെങ്കിൽ എന്നുള്ള ഒരു പോയിന്റാണ് വളരെ ശക്തമായി തന്നെ പിച്ച് ചെയ്തിട്ടുള്ളത്. ദെൻ ശ്രീവൈഖ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പറഞ്ഞോളൂ. സാർ, ഞാൻ ഈ ഒരു ഇതായിട്ട് അഗ്രി ചെയ്യുന്നുണ്ട്, ഡിസഗ്രി ചെയ്യുന്നുണ്ട്. കാരണം AI നമുക്ക് ഒരുപാട് മേഖലകളിൽ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏതിലൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ്സ്, വർക്കേഴ്സ്, അതുപോലെ തന്നെ കമ്പനീസിലൊക്കെ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ട് AIക്ക്. കാരണം നമുക്ക് വർക്കേഴ്സിനൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫീൽഡിൽ ബേസിക്കലി നമുക്ക് അറിയാത്തൊരു നോളേജ് ഉണ്ടെങ്കിൽ AI വഴി നമുക്ക് ആ ഒരു നോളേജ് നമുക്ക് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഗവൺമെന്റിലൊക്കെ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നന്നായി സപ്പോർട്ടീവ് പോളിസീസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കാരണം കൂടുതലായിട്ട് ഈ എഡ്യൂക്കേഷനിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വർക്കേഴ്സിനെയൊക്കെ ഡിസ്പ്ലേസ്ഡ് ചെയ്ത് നമുക്ക് കൂടുതൽ നോളേജ് ഉള്ളതും കൂടുതൽ ആവശ്യമുള്ള സ്ഥലത്ത് നമുക്ക് മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തൊക്കെ നമുക്ക് ആവശ്യമുള്ളത് നോക്കി വെക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ കമ്പനീസിലൊക്കെ ഈ നമ്മുടെ ജോബ് ഡിസൈൻ അതൊക്കെ നന്നായിട്ട് AIക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് നല്ലോണം AIയുടെ സ്ട്രെങ്ത്തുകൾ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു ഓപ്പോസിഷൻ എന്ന് പറയുകയാണെങ്കിൽ AI ഒരുപാട് ജോബ് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി പറയുകയാണെങ്കിൽ റിപ്പറ്റേറ്റീവ് ആയിട്ട്, അതായത് എന്നും ചെയ്യുന്ന കാര്യങ്ങൾ AIക്ക് ഒരുപാട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞാനിപ്പോൾ പഠിക്കുന്ന റൂൾ ബേസ്ഡ് ടാസ്ക്, ലേണിംഗ് ബേസ്ഡ് ടാസ്ക്സ്, അതിൽ റൂൾ ബേസ്ഡ് ടാസ്ക്സ് AIക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു മേഖലകളിലുള്ള ആൾക്കാർക്ക് ജോബ് ലൂസ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. ബേസിക്കലി പറയുകയാണെങ്കിൽ കസ്റ്റമർ സർവീസ്, അതേപോലെ തന്നെ നമ്മൾ എന്നും ചെയ്യുന്ന റിപ്പറ്റേറ്റീവ് റൂട്ടീൻ ടാസ്ക്സ്, അതിലൊക്കെ പെട്ടെന്ന് ആൾക്കാർക്ക് ജോലി പോവും. പിന്നെ മാനുഫാക്ചറിങ് അങ്ങനത്തെ മേഖലകളിൽ പെട്ടെന്ന് ജോലി പോകും. സോ I agree with both disadvantages and advantages are having in both sides, right? Okay, very good. Then yes, continue. പറഞ്ഞോളൂ. എനിക്കൊരു കൺക്ലൂഷൻ, അതായത് ഇതിന്റെ ഒരു മൊത്തം സമ്മറൈസ് ചെയ്ത് പറയാനുള്ള എന്താ വെച്ചാൽ, AI brings growth and wealth, but society must ensure fair opportunities, skill development and job support to reduce its negative effects. Very good. Very valid point. It may be the conclusion of this session, this debate. Then anybody other? അടുത്ത ഒരു പോയിന്റിലേക്ക് കൂടി ഞാൻ കിടക്കുകയാണ്. ഷുഡ് ഗവൺമെന്റ്സ് കൺട്രോൾ ഹൗ AI ഈസ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ്? AI ഇൻഡസ്ട്രീസിൽ എങ്ങനെയാണ് AI യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഗവൺമെന്റ് കൺട്രോൾ ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ചെയ്യുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതിന്റെ ആവശ്യമുണ്ടോ? രണ്ട് കാര്യങ്ങളുണ്ട്. കാരണം ഒരുപാട് അൺഎംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ ധാരാളം എംപ്ലോയീസിനെ ടെർമിനേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇൻഡസ്ട്രീസ് എത്തുക എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണ്. സോ അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇൻഡസ്ട്രീസിൽ AI യൂസ് ചെയ്യുന്നതിനെ ഗവൺമെന്റുകൾ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥ വരുമോ, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യേണ്ടതുണ്ടോ? വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾ എന്ത് വിചാരിക്കും? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? എന്താണ് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? Any of you, please. Yes. ഗവൺമെന്റ് കൺട്രോൾ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് സേഫ്റ്റി ആൻഡ് എത്തിക്സ് അത് നോക്കണം. കാരണം പ്രിവെന്റ്സ് മിസ്യൂസ് ഓഫ് AI, ലൈക് സ്പൈയിങ്, പിന്നെ ഡീപ് ഫേക്സ്, ബയസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യണം. വെരി ഗുഡ്. അനുഗ്രഹ? യെസ്, അനുഗ്രഹ പറഞ്ഞോളൂ. ഇറ്റ് ഷുഡ് പ്രൊട്ടക്ട് അവർ പ്രൈവസി. അതായത് ഗവൺമെന്റ് കൺട്രോൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ പ്രൈവസി പ്രൊട്ടക്ഷൻ ആണ്. അതായത് നമ്മുടെ പേഴ്സണൽ ഡാറ്റ ഒന്നും പുറത്ത് ലീക്ക് ആവാതിരിക്കാനുള്ള ഒരു കാര്യം. Okay. Very good. Nice. Then anyone? അനുഗ്രഹ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, പറഞ്ഞോളൂ. സാർ, യെസ്. ഞാൻ ജാൻവി പറഞ്ഞതിനോട് യോജിക്കുന്നു. AI യൂസ് ചെയ്യുമ്പോൾ ഗവൺമെന്റ് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്.
യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന സ്ഥിതി ഉണ്ടാവണം. യെസ്, ഗവൺമെന്റ് അങ്ങനെ കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്താൽ അത് എഫക്റ്റീവ് ആവും എന്ന് തോന്നുന്നുണ്ടോ? കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സർ, കൺട്രോൾ ചെയ്തില്ലെങ്കിൽ AI കൈവിട്ട് പോകും. അതായത് ഈ ഒരു പ്രൈവസി പ്രൊട്ടക്ഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മുടെ പേഴ്സണൽ ഡാറ്റ ലീക്ക് ആവാതിരിക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു ഇതിലുണ്ട്. സോ ഗവൺമെന്റ് ഇത് കൺട്രോൾ ചെയ്യണം. പിന്നെ വേറൊരു കാര്യം പറയാന്ന് വെച്ചാല് പ്രൊട്ടക്ട് ജോബ്സ്, അതായത് ഗവൺമെന്റ് ക്യാൻ സെറ്റ് ലിമിറ്റ്സ് ഓൺ ഓട്ടോമേഷൻ ടു റെഡ്യൂസ് സഡൻ ജോബ് ലോസസ്. യെസ്, വെരി ഗുഡ്, വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. നിങ്ങൾ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പെട്ടെന്നുള്ള ജോബ് ലോസ് എന്ന് പറയുന്ന സംഗതി ഒരു രാജ്യത്തെ അസ്ഥിരപ്പെടുത്തും. ഒരു രാജ്യത്ത് നിങ്ങൾ നോക്കൂ, പെട്ടെന്ന് ഒരു അബൻഡൻസ് ഓഫ് ജോബ്, പെട്ടെന്ന് ജോബ് മാർക്കറ്റിൽ ലോസ് ഉണ്ടാവുന്നു എന്ന് വെക്കുക. ഒരുപാട് ആളുകൾ അൺഎംപ്ലോയിഡ് ആയിട്ട് അബൻഡന്റ് ഓഫ് പീപ്പിൾ ഇമ്മീഡിയറ്റ്ലി ജോബ്ലെസ് ആയി മാറുക എന്നുള്ളത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണോ? അതൊരു ഗവൺമെന്റിന്റെ മുന്നിലുള്ള ഒരു വലിയ ചാലഞ്ചാണ്. തീർച്ചയായിട്ടും അതിനുള്ള രീതിയിൽ ചില പ്രിക്കോഷൻസ് ഗവൺമെന്റ് എടുത്തേ പറ്റൂ, ഇൻഡസ്ട്രീസ് എങ്ങനെ AI മാനേജ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ, അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡാറ്റയുമായി ബന്ധപ്പെട്ട, ഡാറ്റയുടെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട കാര്യം ജാൻവി സൂചിപ്പിച്ചു. വെരി ഗുഡ്, നൈസ് കാര്യം. പക്ഷേ ഇപ്പോഴും നമ്മുടെയൊക്കെ ഡാറ്റ സേഫ് ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല സർ, ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ ഈ ജെമിനൈ ട്രെൻഡ്സ് ഒക്കെ യൂസ് ചെയ്ത് കുറെ ഫോട്ടോസ് നമ്മൾ തന്നെ AI ജനറേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ഓൾമോസ്റ്റ് AI അവരുടെ ഓരോരോ ടാസ്ക് ഒക്കെ അവരുടെ ഓരോരോ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് AIയും അവരുടെ ഇതൊക്കെ നമ്മുടെ ഫോട്ടോസും ഡേറ്റാസും അവർ യൂസ് ചെയ്യുന്നുണ്ട് അവരുടെ ടാസ്ക്സ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡേറ്റാസ് ഒരിക്കലും AIയുടെ കൂടെ സേഫ് അല്ല. യെസ്. Anybody other? Yes. സർ, എനിക്കൊരു നെഗറ്റീവ് പോയിന്റ് പറയാൻ, അതായത് വിയോജിക്കാത്തൊരു കാര്യം പറയാൻ എന്താ വെച്ചാല്, ഇറ്റ് സ്ലോസ് ഇന്നോവേഷൻ. കാരണം ടു മെനി റൂൾസ് മേ റെഡ്യൂസ് ന്യൂ AI ഡെവലപ്മെന്റ്സ്. അതായത് നമ്മുടെ പുതിയ AI ഡെവലപ്മെന്റ്സിനെ കുറെ റൂള് കൊണ്ടുവന്ന് കഴിഞ്ഞാല് പുതിയ AI ഡെവലപ്മെന്റ്സിനെ അത് റെഡ്യൂസ് ചെയ്യും. ഓക്കെ. കൂടുതൽ റെസ്ട്രിക്ഷൻസ് വരുമ്പോൾ പെട്ടെന്നുള്ള ഡെവലപ്മെന്റിനെ അത് ബാധിക്കും. യെസ്, ചെയ്യാം, കുറച്ച് കാര്യങ്ങളൊക്കെ റെസ്ട്രിക്ട് ചെയ്യേണ്ടതുണ്ട്, പക്ഷെ ഓവറായിട്ട് റെസ്ട്രിക്ട് ചെയ്യേണ്ട. അത് നമ്മുടെ പുതിയ AI ഡെവലപ്മെന്റ്സിനെ റെഡ്യൂസ് ചെയ്യും. വെരി ഗുഡ്, നൈസ്, വാലിഡ് പോയിന്റ്. Then anybody other? സർ, Yes. നമ്മുടെ ഗവൺമെന്റ് നല്ലോണം കൺട്രോൾ എടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറയാനുള്ളത്. കാരണം സേഫ്റ്റിയും സെക്യൂരിറ്റിയും കഴിഞ്ഞിട്ടേ നമുക്ക് എന്തും ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ AI ഒരിക്കലും നമുക്കൊരു ഹാമായി മാറില്ല. എപ്പോഴും ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റമായി മാത്രമേ നിൽക്കൂ എന്നും കൂടി ഗവൺമെന്റ് എൻഷുർ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഫെയർനെസ്, ട്രാൻസ്പെറൻസി, പിന്നെ അക്കൗണ്ടബിലിറ്റി ഇതൊക്കെ എൻഷുർ ചെയ്യണം ഗവൺമെന്റ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു ഇതുണ്ടായി, സംതിങ് വെൻ റോങ് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് എതിരെ ഒരു ആക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പബ്ലിക്കിൽ അതിൻ്റെ AI യൂസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കൂടും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയനിലുള്ളത്. പിന്നെ അതേപോലെ തന്നെ പെട്ടെന്ന് AI അങ്ങോട്ട് കൺസിഡർ ചെയ്ത് ഗവൺമെന്റ് പെട്ടെന്ന് ഇങ്ങനൊരു AI വേണ്ട, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു സൈറ്റ് വേണ്ട, അല്ലെങ്കിൽ ഒരു ആപ്പ് വേണ്ട എന്ന് പറയുന്നതിൽ ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓവർലി സ്ട്രിക്റ്റ് ആവുന്നതും പിന്നെ ഏർലി റെഗുലേഷൻസ് ഒക്കെ ഒരുപാട് ഡെവലപ്മെന്റിനെ ഒരുപാട് ബാധിക്കും. അപ്പോൾ പതുക്കെ പ്രിവെന്റ് ചെയ്യണം, പക്ഷെ ബെനിഫിഷ്യൽ ആയിരിക്കണം. Yes. Nice opinion. Then Anugraha. ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, പറഞ്ഞോളൂ. സാർ, നമ്മൾ AI യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മാനുഷിക മൂല്യങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ടാവണം AI ഉപയോഗിക്കേണ്ടത്. വെരി ഗുഡ്, നൈസ് പോയിന്റ്. ഒന്ന് ഡീറ്റെയിൽ ചെയ്യാവോ അനുഗ്രഹ പറഞ്ഞത്? അനുഗ്രഹ പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. യെസ്, മാനുഷിക മൂല്യങ്ങളെ തകർത്തുകൊണ്ടായിരിക്കരുത് AI യൂസ് ചെയ്യേണ്ടത്. അതിനെന്ത് ചെയ്യാൻ പറ്റും? അതൊരു ചോദ്യം തന്നെയാണ്, എപ്പോഴും ഒരു ചോദ്യമായി തന്നെ
നിലനിൽക്കുന്നു. ഏതായാലും നമ്മൾ കൺക്ലൂഷനിലേക്ക് പോവാണ്. കൺക്ലൂഷനിലേക്ക് പോകുമ്പോൾ എല്ലാവരും ഓരോ വാക്കെങ്കിലും പറഞ്ഞുകൊണ്ട് നമുക്ക് കൺക്ലൂഷനിലേക്ക് പോവാം. സോ സിനി, ശ്രീ ഗംഗ, റോഷ്, അനിത, എല്ലാവരും ഓരോ സെന്റൻസുകളെങ്കിലും പറയും. യെസ്, 1 by 1 ആയിട്ട് ഞാൻ വിളിക്കാം. നിങ്ങൾ ഓരോ സെന്റൻസുകളെങ്കിലും പറയണം. യെസ്, ഓക്കെ. ശ്രീഗംഗ, ഇതുവരെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രീഗംഗയുടെ പൊതുവായ ഒരു ഒപ്പീനിയൻ, ശ്രീഗംഗയ്ക്ക് പറയാനുള്ള കാര്യം AI-യുമായി ബന്ധപ്പെട്ടും അൺഎംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു. ധാരാളം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. പറയാനുള്ള ഒരു പോയിന്റ് അല്ലെങ്കിൽ പറയാനുള്ള കാര്യം പറഞ്ഞോളൂ. സർ, AI കൊണ്ട് ഉപയോഗങ്ങളും ഉണ്ട്, ദുരുപയോഗവും ഉണ്ട്. സോ ഗവൺമെന്റ് അതിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, നൈസ്, ഗുഡ് പോയിന്റ്. ദെൻ ആദിനാഥ്. സാർ, എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഗവൺമെന്റ് ഇങ്ങനെയുള്ള ഫേക്ക് ആപ്സും പിന്നെ ഹാക്കായി പോകുന്ന അങ്ങനെയുള്ള ആപ്സും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്താൽ കൊള്ളാമായിരുന്നു. അതാവുമ്പോ കൂടുതൽ പേരും ഇങ്ങനെ മൊബൈൽസ് യൂസ് ചെയ്യുന്നവരാണ്. അവരിങ്ങനെ ഹാക്കായി പോകുന്നത് അവർക്കും ഒരു നഷ്ടം ഉണ്ടാകുന്നതല്ലേ? യെസ്, തീർച്ചയായിട്ടും ഹാക്കിംഗ് ഒരു വലിയ ഇഷ്യൂ ആണ്. അതിനും ചില കൺട്രോൾസ് ആവശ്യമാണ്. അത് എത്രത്തോളം പോസിബിൾ ആണ്? ഗവൺമെന്റ് കൺട്രോൾ ചെയ്താൽ ഹാക്കേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യമാണ്. യെസ്, എന്നാലും ആദിനാഥ് ഉന്നയിച്ചത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. വെരി ഗുഡ്. ദെൻ സിനി, യുവർ ഒപ്പീനിയൻ. സിനി, യെസ്, പറഞ്ഞോളൂ. സിനി മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്ത് പറയൂ. സിനിക്ക് എന്തോ ടെക്നിക്കൽ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. അൺമ്യൂട്ട് ആൻഡ് മ്യൂട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ അനിത മോഹൻരാജ് ഇതിൽ എന്നെഴുതി കാണിക്കുന്ന കുട്ടി ഒന്ന് പറയൂ. അപർണികയാണ് സാർ ഞാൻ. യെസ് യെസ് യെസ്, പറഞ്ഞോളൂ. നമ്മുടെ ഉപയോഗം എങ്ങനെയായിരിക്കുമോ അതുപോലെയാണ് മെറ്റ AI-യുടെ പ്രവർത്തനം. യെസ്, ആ ഒരു ഇൻപുട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ഔട്ട്പുട്ട് എങ്ങനെയാണോ നമ്മൾ ഇൻപുട്ട് കൊടുത്തത് അതുപോലെ നമുക്ക് റിസൾട്ട് തരും ഔട്ട്പുട്ട് ആയിട്ട്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ദെൻ അനുഗ്രഹ. സാർ, യെസ്, നമ്മളെ പോലുള്ള കുട്ടികൾ വളരെ ശ്രദ്ധയോടെ വേണം AI ആപ്പുകൾ കൈകാര്യം ചെയ്യുവാന്. ഇപ്പോ ഇത് AI പോലുള്ള ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മളിപ്പോ പെർമിഷൻ കാണുമ്പോൾ നമ്മളിപ്പോ അത് വായിക്കാതെ എല്ലാം അടിച്ചു പോകുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അത് വായിച്ചിട്ട് മാത്രം നമ്മൾ എല്ലാം അടിച്ചു പോവുക. യെസ് 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 യെസ്, വലിയൊരു പോയിന്റ് ആണ് തീർച്ചയായിട്ടും. കാരണം വളരെ ജാഗ്രതയോടുകൂടി വേണം സ്റ്റുഡൻസും ചിൽഡ്രനും, പ്രത്യേകിച്ചും ഇത് പാരന്റ്സ് കൂടി കേൾക്കേണ്ടുന്ന ഒരു കാര്യമാണ്. സ്റ്റുഡൻസിന്റെ തന്നെ ഭാഗത്തുനിന്ന് പറയാണ്, വളരെ കോഷ്യസ് ആയിട്ട് വളരെ കോൺഷ്യസ് ആയിട്ട് വേണം AI ഉപയോഗിക്കാൻ എന്നുള്ളതാണ്. ദെൻ ജാൻവി. സർ, എനിക്ക് ഒരു കൺക്ലൂഷൻ പോലെ പറയാൻ ഉള്ളത് എന്താന്ന് വെച്ചാല് AI ക്യാൻ ബി കൺട്രോൾഡ് ബൈ ഗവൺമെന്റ്, പക്ഷെ ഓവറായിട്ട് കൺട്രോൾ ആവരുത്. അത് നമ്മുടെ ന്യൂ AI ഡെവലപ്മെന്റിന് ഇനി മുതൽ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് എന്തായാലും AI ആവശ്യമുണ്ട്. സോ അത് AI ഡെവലപ്മെന്റിന് അത് തടയും, അല്ല റെഡ്യൂസ് ചെയ്യും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാല് കംപ്ലീറ്റ്ലി AI ട്രെയിൻഡ് ആവാതെ കുറച്ചൊക്കെ നമ്മൾ പുറത്തത്തെ കാര്യങ്ങളും നോക്കി പഠിക്കുക. മാത്രമല്ല ഇതുപോലെ തന്നെ പ്രൈവസി ആൻഡ് പോളിസി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ AI ഉപയോഗിക്കുക. മാത്രമല്ല AI നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി മുതൽ. പക്ഷെ അത് നമ്മുടെ ലൈഫിനെ ഇമ്പാക്ട് ചെയ്യാം, ലൈഫിനെ ബാധിക്കാൻ പാടില്ല. ലൈഫിൽ ഒരു കാര്യത്തിനെ അത് ബാധിക്കാൻ പാടില്ല. വെരി ഗുഡ്, വെരി ഗുഡ്, നൈസ് നൈസ്. ദെൻ ശ്രീവൈഖ. ശ്രീവൈഖ പറഞ്ഞോളൂ.
ശ്രീ വൈഖ. ആര്യൻ ഒപ്പീനിയൻ പറഞ്ഞോളൂ. യെസ്, പറഞ്ഞോളൂ, അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. ഓക്കെ, ഹലോ സാർ. പറഞ്ഞോളൂ. എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എ ഐ നല്ലത് തന്നെയാണ്. അത് നമ്മൾ മിസ്യൂസ് ചെയ്താണ് നമുക്ക് ഡിഫക്റ്റ് വരുന്നതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതേപോലെ തന്നെ ചിൽഡ്രൻസ് നമ്മളെപ്പോലെ ചിൽഡ്രൻസ് കിഡ്സ് ഒക്കെ ഇത് യൂസ് ചെയ്യുമ്പോൾ അത് മിസ്യൂസ് ആയിട്ട് യൂസ് ചെയ്താണ് നമുക്കൊരു ഡിഫക്റ്റ് വരുന്നത്. അതേപോലെ തന്നെ അനുഗ്രഹം പറഞ്ഞതുപോലെ തന്നെ എന്തുവാ ചിൽഡ്രൻസ് കിഡ്സ് ഇത് അലോ കൊടുത്ത് നമ്മളെല്ലാം പെർമിഷൻ അലോ കൊടുത്ത് എല്ലാം പോകും. അതേപോലെ അത് കറക്റ്റായിട്ട് വായിച്ചിട്ട് തന്നെ ചെയ്യുക. അപ്പം ഈ എ ഐ മിസ്യൂസ് ചെയ്യാതെ ചെയ്തു കഴിഞ്ഞാൽ എ ഐ നല്ലതാണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. വെരി ഗുഡ്, നൈസ്. ദെൻ ഇനി ഒപ്പീനിയൻ പറയാനുള്ള എലോണ പറഞ്ഞോളൂ. സർ, ആക്ച്വലി മനുഷ്യരാശി നിലനിൽക്കുന്ന അത്രയോളം കാലം ടെക്നോളജി ഇമ്പ്രൂവ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇന്നലകളിൽ അത് കമ്പ്യൂട്ടർ മൊബൈലോ ആണെങ്കിൽ ഇന്ന് അത് AI ആണ്. ഇനി വരാൻ പോകുന്ന കാലത്തിൽ ഇതിലും മേളിലായിരിക്കാം. ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഡിബേറ്റ് ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ ഇതിലും വലുതായ വേറൊരു ടെക്നോളജിയെ കുറിച്ചായിരിക്കാം. പക്ഷെ അപ്പോഴൊക്കെ ഇത് നമ്മളുടെ ലൈഫ് സ്മൂത്ത് ആക്കാനും സെക്യൂർ ആയിട്ട് ആക്കാനുമാണ് ഉപയോഗിക്കേണ്ടത്. നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ അത്രയും നല്ലത്. ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. വെരി ഗുഡ്. ഇനി ആർക്കെങ്കിലും കൂട്ടിച്ചേർക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ പറയാം. യെസ്, നമ്മൾ കൺക്ലൂഷനിലേക്ക് കിടക്കുകയാണ്. അതിനു മുമ്പായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ് പറഞ്ഞു വെക്കാനുണ്ടെങ്കിൽ പറയാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ഡിബേറ്റ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ പല പോയിന്റുകൾ നിങ്ങൾ പറഞ്ഞു. അതിൽ ഏറ്റവും എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യം, വളരെ മനോഹരമായി വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റുകൾ, വളരെ നല്ല ഒരു അവതരണത്തോടു കൂടി തന്നെ നിങ്ങൾ പ്രസന്റ് ചെയ്തു. വെരി ഗുഡ്, വെരി നൈസ് പോയിന്റ്സ് ആൻഡ് നൈസ് പ്രസന്റേഷൻസ്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം എന്നുള്ള രീതിയിൽ തന്നെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. ഇത് നമുക്ക് തുടരണം. തീർച്ചയായിട്ടും കൂടുതൽ ആക്റ്റീവായി കൂടുതൽ ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡിബേറ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കൂടുതൽ പഠിച്ച് വ്യത്യസ്ത ആംഗിളിൽ നിന്നുള്ള പോയിന്റുകൾ പറയാൻ ഇനിയും നിങ്ങൾക്ക് കഴിയട്ടെ. എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. UP സെഷൻ അല്ലെങ്കിൽ ഹൈസ്കൂൾ സെഷനിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. പക്ഷേ നിങ്ങൾ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ് ടീമാണ് എൻ്റെ മുന്നിൽ വന്നത് എന്നതിൽ എനിക്ക് വളരെയധികം ഐ ആം വെരി ഹാപ്പി, നോ ഡൗട്ട്. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു. എൻ്റെ ഈ ഹാപ്പിനെസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ശരി, നമുക്ക് ഈ ഡിബേറ്റുകൾ ഇനിയും മുന്നോട്ട് പോകണം. ഞാനായിട്ട് ഒരു വാക്കും കൺക്ലൂഡ് ചെയ്യുന്നില്ല. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഒറ്റ കാര്യമുള്ളത്, AI കൊണ്ട് ഒരുപാട് സപ്പോർട്ടീവായിട്ട് ഹ്യൂമൻ ബീയിങ്ങിന്, ഹ്യൂമാനിറ്റിക്ക് ഒരുപാട് തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള നേട്ടങ്ങളുണ്ട് എന്ന് നിങ്ങൾ പിച്ച് ചെയ്ത് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം അതിനെ എങ്ങനെ വളരെ കോൺഷ്യസ് ആയിട്ട് വളരെ കോഷ്യസ് ആയിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന കാര്യത്തെക്കുറിച്ചും നല്ല ബോധമുള്ള ഒരു സ്റ്റുഡൻറ് ഗ്രൂപ്പാണ്, സ്റ്റുഡൻറ് ടീമാണ് എൻ്റെ മുന്നിലുള്ളത്. താങ്ക് യു വെരി മച്ച്. സോ നിങ്ങളുടെ ഈ പാർട്ടിസിപ്പേഷനും നിങ്ങളുടെ പ്രസന്റേഷനും എല്ലാം മനോഹരമായിരുന്നു. താങ്ക് യു വെരി മച്ച്. സോ വി കൺക്ലൂഡ് ഹിയർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. Have a nice night. Good night and good dreams. Thank you, sir, for spending your valuable moments with us. Thank you, sir. Thank you, sir. Welcome. സാർ ഇവിടെ നല്ലപോലെ പ്രസന്റ് ചെയ്തതിനും സാറിന്റെ നല്ലൊരു ഇമ്പോർട്ടന്റ് ടൈം ഞങ്ങളുടെ പിള്ളേർക്ക് വേണ്ടി സാർ സ്പെൻഡ് ചെയ്തതിനും വളരെ താങ്ക്സ്. പിന്നെ പങ്കെടുത്ത എല്ലാവർക്കും വളരെ താങ്ക്സ്. എസ്പെഷ്യലി എല്ലാവരും നല്ലപോലെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുകയും ചെയ്തു. അതിന് നല്ലപോലെ ക്ലാരിറ്റിയോടെ ഡിസ്ക്രൈബ് ചെയ്തതിനും എല്ലാവർക്കും ഒപ്പം പങ്കെടുത്ത താങ്ക്സ് കേട്ടോ. അപ്പൊ എല്ലാവരും അടുത്ത ആഴ്ച കാണാം നമുക്ക്.